ഇന്ത്യയിൽ വീണ്ടും കൊറോണ വൈറസ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനങ്ങൾ കോവിഡ് പരിശോധന വർദ്ധിപ്പിക്കുകയും ആശുപത്രികളിൽ സൗകര്യങ്ങൾ ഒരുക്കുകയും പോലുള്ള പ്രതിരോധ നടപടികൾ ശക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് നേരത്തെ അറിയിച്ചിരുന്നത് നിലവിൽ രാജ്യത്ത് പ്രചരിക്കുന്ന വൈറസ് വകഭേദങ്ങൾക്ക് നേരിയ ലക്ഷണങ്ങളെ ഉണ്ടാകുള്ളൂ എന്നാണ്. കണ്ടെത്തിയ ഒമിക്രോൺ ഉപവിഭാഗങ്ങളിൽ LF7, XFG, JN1, NB1.8.1 എന്നിവ ഉൾപ്പെടുന്നു. പനി ലക്ഷണങ്ങളുമായി കോവിഡ് വർധനവ്, മഴക്കാലം കാരണം ഉണ്ടാകുന്ന ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ വർദ്ധിക്കുന്നതിനാൽ കോവിഡിനെ സാധാരണ പനിയിൽ നിന്ന് വേർതിരിച്ചറിയേണ്ടത് പ്രധാനമാണ്. HN റിലയൻസ് ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിലെ ഇന്റേണൽ മെഡിസിൻ കൺസൾട്ടന്റായ ഡോക്ടർ ധീരജ് ഭട്ടാഡ് ഹിന്ദുസ്ഥാൻ ടൈംസിനോട് പറഞ്ഞത്, പനിയും COVID-19 കാരണം തൊണ്ടവേദന, ചുമ, ജലദോഷം, തലവേദന, ശരീരവേദന, ക്ഷീണം എന്നിവ ഉണ്ടാകാം. എന്നാൽ രുചിയും മണവും നഷ്ടപ്പെടുന്നത് കോവിഡിന്റെ ഒരു പ്രത്യേക ലക്ഷണമാണ്. വർദ്ധിച്ചു വരുന്ന ഇൻഫ്ലുവൻസ പോലുള്ള രോഗങ്ങളും ഗുരുതരമായ അക്യൂട്ട് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസും കണക്കിലെടുത്ത് പ്രത്യേകിച്ച് നഗരപ്രദേശങ്ങളിൽ ആരോഗ്യ ഉദ്യോഗസ്ഥർ COVID-19 നിരീക്ഷണവും പരിശോധനയും ശക്തമാക്കിയിട്ടുണ്ട്. സാധാരണ പനിയെയും കോവിഡിനെയും വേർതിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണെന്ന് ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകുന്നു. ന്യൂസ് 18ന്റെ റിപ്പോർട്ട് അനുസരിച്ച് ആശുപത്രികളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കോവിഡ് ലക്ഷണങ്ങളിൽ കുറഞ്ഞ ഗ്രേഡ് പനി, വരണ്ട ചുമ, ശബ്ദത്തിലെ മാറ്റം, മൂക്കടപ്പ് അല്ലെങ്കിൽ നേരിയ മൂക്കൊലിപ്പ് എന്നിവ ഉൾപ്പെടുന്നു. കൂടാതെ ക്ഷീണം, പേശിവേദന, തലവേദന, നേരിയ ദഹനനാള രോഗലക്ഷണങ്ങൾ, ഓക്കാനം അല്ലെങ്കിൽ വയറിളക്കം, തൊണ്ടയിലെ അസ്വസ്ഥത എന്നിവയും കാണപ്പെടുന്നു. കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ മുംബൈ, ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങൾ പ്രതിരോധ നടപടികൾ ശക്തമാക്കിയിട്ടുണ്ട്. നവി മുംബൈയിലെ മുനിസിപ്പൽ കമ്മീഷണർ കൈലാസ് ഷിൻഡെ പറഞ്ഞതനുസരിച്ച് അവർ ആവശ്യ മരുന്നുകൾ, PP കിറ്റുകൾ, ശസ്ത്രക്രിയാ സാമഗ്രികൾ, ഓക്സിജൻ കിടക്കകൾ എന്നിവയുടെ മതിയായ സ്റ്റോക്ക് ഉറപ്പാക്കുന്നു. ഹരിയാനയിൽ ആശുപത്രികളിൽ പ്രത്യേക പനി ക്ലിനിക്കുകൾ സ്ഥാപിക്കാനും മതിയായ ഐസൊലേഷൻ കിടക്കകൾ, ഓക്സിജൻ വിതരണം, PP കിറ്റുകൾ, N95 മാസ്കുകൾ, ആന്റിബയോട്ടിക്കുകൾ, ടെസ്റ്റിംഗ് കിറ്റുകൾ എന്നിവ ഉറപ്പാക്കാനും ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചണ്ഡീഗഡിലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിൽ ICU കിടക്കകളും ഹൈ ഡിസ്പെൻസറി യൂണിറ്റുകളും ഉൾപ്പെടെ COVID-19 രോഗികൾക്കായി പ്രത്യേക വാർഡുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. പുതിയ വകഭേദങ്ങളിൽ നിന്നുള്ള കേസുകൾ കൂടുതലും നേരിയതാണ്. എന്നാൽ ദുർബലരായവരെ സംരക്ഷിക്കാൻ ജാഗ്രത പാലിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് PGIMERലെ ഡീൻ റിസർച്ച് ഡോക്ടർ സഞ്ജയ് ജെയിൻ പറഞ്ഞു. തിരക്കേറിയ സ്ഥലങ്ങൾ, പ്രത്യേകിച്ച് ആശുപത്രികൾ സന്ദർശിക്കുമ്പോൾ മാസ്ക് ധരിക്കാൻ ഡോക്ടർ ജെയിൻ ജനങ്ങളോട് ആവശ്യപ്പെട്ടു. പനി, ചുമ, ശ്വാസതടസ്സം, മൂക്കൊലിപ്പ്, വയറിളക്കം തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണാൻ വൈകരുത്. ഡോക്ടറുടെ ഉപദേശമില്ലാതെ ആന്റിബയോട്ടിക്കുകളോ സ്റ്റിറോയിഡുകളോ എടുക്കരുത്. പ്രായമായവർ, മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ, രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവർ തുടങ്ങിയ ദുർബലരായ ആളുകൾ തിരക്കേറിയ സ്ഥലങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയും ശരിയായ ശുചിത്വം പാലിക്കുകയും ചെയ്യണം. 2025 മെയ് 29 റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇന്ത്യയിലെ COVID-19 സജീവ കേസുകളിൽ ഏറ്റവും കൂടുതൽ കേരളത്തിലാണ്. രാജ്യത്ത് ആകെയുള്ള സജീവ കേസുകളിൽ 227 എണ്ണം കേരളത്തിലാണ് റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ ഒരാഴ്ചയിൽ മാത്രം 335 പുതിയ കേസുകൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഈ കാലയളവിൽ 105 രോഗികൾ സുഖം പ്രാപിച്ചു. നിർഭാഗ്യവശാൽ സംസ്ഥാനത്ത് 2 കോവിഡ് മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പ് ജാഗ്രതയിലാണ്. എല്ലാ ജില്ലകളിലും നിരീക്ഷണം ശക്തമാക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രോഗം പെട്ടെന്ന് കണ്ടെത്താനും സ്വയം പരിചരണം നൽകാനും മന്ത്രി അഭ്യർത്ഥിച്ചു. പുതിയ ഒമിക്രോൺ ഉപവിഭാഗങ്ങളായ NB1.8.1, LF7 എന്നിവയാണ് നിലവിലെ വർധനവിന് കാരണം. ഈ വകഭേദങ്ങളുടെ ലക്ഷണങ്ങൾ താരതമ്യേന നേരിയതാണ്. എങ്കിലും പ്രായമായവരും മറ്റ് രോഗങ്ങളുള്ളവരും കൂടുതൽ ശ്രദ്ധിക്കണം. കേരള സർക്കാർ കോവിഡ് വ്യാപനം തടയുന്നതിന് വിവിധ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. പൊതുജനങ്ങൾ തിരക്കേറിയ സ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കുക, കൈകൾ ഇടയ്ക്കിടെ കഴുകുക, സാമൂഹിക അകലം പാലിക്കുക തുടങ്ങിയ പ്രതിരോധ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണം. രോഗലക്ഷണങ്ങൾ ഉള്ളവരെയും സമ്പർക്കത്തിൽ വന്നവരെയും കൂടുതൽ പരിശോധനയ്ക്ക് വിധേയരാക്കുന്നു. ആശുപത്രികളിൽ മതിയായ കിടക്കകൾ, ഓക്സിജൻ, മരുന്നുകൾ എന്നിവ ഉറപ്പാക്കിയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. പുതിയ വകഭേദങ്ങളെക്കുറിച്ചും രോഗലക്ഷണങ്ങളെക്കുറിച്ചും പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും ജനങ്ങൾക്ക് അവബോധം നൽകുന്നു. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കാം. പനി, ചുമ, തൊണ്ടവേദന, ശ്വാസതടസ്സം, വയറിളക്കം തുടങ്ങിയ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ ഡോക്ടറെ സമീപിക്കുക.
സ്വയം ചികിത്സ ഒഴിവാക്കുക. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മരുന്നുകൾ കഴിക്കുക. പ്രായമായവരും മറ്റു രോഗങ്ങളുള്ളവരും ഗർഭിണികളും കുട്ടികളും പ്രത്യേക ശ്രദ്ധ ചെലുത്തുക. വാക്സിൻ എടുക്കാത്തവർ ഉടൻ തന്നെ വാക്സിൻ എടുക്കുക. ബൂസ്റ്റർ ഡോസ് എടുക്കേണ്ടവർ അതും പൂർത്തിയാക്കുക. COVID-19 ഇപ്പോഴും ഒരു പൊതുജന ആരോഗ്യ ഭീഷണി തന്നെയാണ്. എല്ലാവരും ജാഗ്രത പാലിക്കുകയും സർക്കാർ നിർദ്ദേശങ്ങൾ അനുസരിക്കുകയും ചെയ്താൽ ഈ സാഹചര്യത്തെ നമുക്ക് മറികടക്കാൻ സാധിക്കും.